അത്രയും സൗന്ദര്യമാണ്, ലക്ഷ്മിക്ക് തുല്യമാണ്, ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കുന്ന രംഗങ്ങൾ. ഇത് നമുക്ക് ഒരു സങ്കടമാണ്. ഭഗവാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പക്ഷേ ഭഗവാൻ കാണിച്ചു തരികയാണ്. ഇതുവരെ മനസ്സിൽ ഒരു കാര്യമാണ് തെളിഞ്ഞു വന്നിരുന്നത്, ഇതെന്തിന് എന്നുള്ളതിന് ചോദ്യത്തിന്. അതായത് നമ്മൾ എത്ര പുറത്തേക്ക് എത്ര മാന്യമായി എത്ര സൗമ്യമായിട്ട് പെരുമാറിയാലും നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തുന്ന ആളാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളെങ്ങനെയാണെന്ന് ഭഗവാന് നല്ലോണം അറിയാം. ഒന്ന് പ്രകോപിപ്പിച്ചാൽ, നമ്മളെയൊക്കെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ നമ്മളുടെ ഈ ലക്ഷ്മി ഭാവമൊക്കെ മാറിയിട്ട് ശൂർപ്പണഖിയായിട്ട് തീരും. അത് ഭഗവാൻ കാണിച്ചു തരികയാണ്. നിങ്ങളുടെയൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ശൂർപ്പണഖയെ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ആഗ്രഹിക്കുന്നത് കിട്ടില്ല എന്ന് വന്നപ്പോൾ അവിടെ കോപം ദേഷ്യം കൂടി വന്നപ്പോൾ ആ യഥാർത്ഥമായിട്ടുള്ള രൂപം, ആ രാക്ഷസ രൂപം പുറത്തു വന്നു നമ്മളുടെയൊക്കെ ഉള്ളിൽ. നമ്മളെ ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആ ശൂർപ്പണഖി തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും പറയാം, നഖങ്ങളൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ശൂർപ്പണഖമാർ ധാരാളമുണ്ട്. അപ്പോൾ ആ ശൂർപ്പണഖി തന്നെയാണ് നമ്മളുടെയൊക്കെ ഉള്ളിലും. അതെ, നമ്മളൊക്കെ എങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഭഗവാൻ അത് വേണ്ട. ഭഗവാൻ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ നമ്മളോട് അത്രയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓരോരോ നമ്മുടെ വീട്ടിൽ തന്നെ മതി. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ അറിയാതെ നമുക്ക് പെട്ടെന്ന് വരുന്ന കോപം, ദേഷ്യവും നിരാശയും അല്ലേ, ഒരു കാര്യം ആഗ്രഹിച്ചാൽ കിട്ടാണ്ടാകുമ്പോൾ വരുന്നതും ഒക്കെ ഓരോ കാര്യങ്ങളും. അതെ, അപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹത്തോട് കൂടിയിട്ടൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഒരാൾ തടസ്സം പറയണേ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആളോട് വരുന്ന ഒരു ദേഷ്യം, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അയാളെക്കുറിച്ച് പറയുക അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ അതുപോലെയാണ്. അപ്പോൾ അതാണ് അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു ആ ശൂർപ്പണഖയിലൂടെ നമുക്ക് കാണിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയും അത് ഇന്ന് വായിച്ചപ്പോൾ തോന്നിയ കാര്യം കേട്ടോ. മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത്, ലക്ഷ്മണൻ